ഡൽഹിയിലെ CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ RSS നേതാവ് TG മോഹൻദാസിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പരാതിയിൽ മോഹൻദാസിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരുന്നു. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും, ഡിങ്കിടി ഡിങ്കിൻ ഡിഗ് ഡിങ് ഡിങ് എന്ന് പറഞ്ഞ് തുടങ്ങും. നമ്മുടെ റഹീം, ഗ്രിട്ടാസ് അത് ഇത് ഒക്കെ കൂടെ അങ്ങനെ പോവും. വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമെതിരെ ഗുരുതര പരാമർശം നടത്തിയിട്ടും RSS നേതാവ് TG മോഹൻദാസിനെതിരെ കേസെടുക്കുന്നതിൽ പോലീസിന്റെ മെല്ലെപ്പോക്കാണ് കണ്ടത്. തുടർന്ന് കോൺഗ്രസിനുള്ളിലും വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് മോഹൻദാസിനെതിരെ കേസെടുത്തത്. എന്നാൽ അറസ്റ്റ് വൈകുന്നതിൽ കേരള പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് വരുന്നത്. TG മോഹൻദാസ് കേരള പൊതുസമൂഹത്തിന് അപമാനമാണെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. ഇങ്ങനെ ഒരു വർഗീയ പരാമർശം നടത്തിയതിനു ശേഷം ഞെളിഞ്ഞ് ഈ കേരളത്തിന്റെ മണ്ണിലൂടെ നടക്കാമെന്ന് TG മോഹൻദാസിന് മോഹമുണ്ടെങ്കിൽ അത് 4 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്നുള്ളതാണ് AIYF പറയുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമവ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ പരാമർശം ഉണ്ടായപ്പോൾ അദ്ദേഹം പിന്നെന്താ പറഞ്ഞത്? ഈ പെൺകുട്ടികളുടെ സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള പരാമർശം കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യം എന്താണ്? ഞാനായിരുന്നു ആ സമരത്തെ നേരിട്ടതെങ്കിൽ ആദ്യം കർഫ്യൂ പ്രഖ്യാപിച്ച് 3 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ വെടിവെപ്പ് നടത്തും, കുറേയധികം പേർ പിടഞ്ഞു വീണ് മരിക്കും, ബാക്കിയുള്ളവരെ പെറുക്കി ആശുപത്രിയിൽ കൊണ്ട് എറിയും എന്ന് പറയുന്ന ഒരാള് ഒരുപക്ഷെ അയാളുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത്. TG മോഹൻദാസിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് യുവജന വനിതാ സംഘടനകളുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.